ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും VKC പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. ഗൂഢാലോചന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിധി പറയും. വിധി പ്രസ്താവത്തിന് മുന്നോടിയായി അല്പസമയത്തിനകം ജഡ്ജി കോടതിയിലെത്തും, അദ്ദേഹത്തിന്റെ ചേംബറിലെത്തും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ. ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജഡ്ജി അല്പസമയത്തിനുള്ളിൽ ചേംബറിലെത്തും. നമുക്ക് വളരെ വേഗത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകാം. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഹൈക്കോടതിയിൽ നിന്ന്. ശ്രീകാന്ത്, 10-15 കോടതി വിധി പറയും. ഇന്ന് വാദം ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ആ നടപടിക്രമങ്ങളാകെ കോടതി പൂർത്തിയാക്കിയതാണ്. കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമായിരിക്കും ഓപ്പൺ കോർട്ടിൽ ഇന്ന് വായിക്കുക. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജഡ്ജി ചേംബറിലെത്തി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? ഇനി കേവലം 10 മിനിറ്റ് മാത്രമാണ് ഈ കേസ് എടുക്കാനായി അവസാനമായി ഉള്ളത്. നിലവിൽ ഇപ്പോൾ ചേംബറിൽ ജഡ്ജ് എത്തിയിട്ടില്ല. ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചാണ് ഇന്ന് 10:15 ഈ കേസിൽ വിധി പറയാനായി കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചത്. ഈ രണ്ടു കൂട്ടരുടെയും വിധി പ്രസ്താവം പൂർത്തിയായ സാഹചര്യത്തിൽ ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വിധിയിൽ ഉൾപ്പെടുത്തി പിന്നീട് വിശദമായ ഉത്തരവ് ഇറക്കാനാകും കോടതി ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നുകിൽ ഡിസ്മിസ്ഡ് അല്ലെങ്കിൽ അലൗഡ് എന്ന് പറഞ്ഞ് പിന്നീട് വിശദമായ ഈ വിധി പ്രസ്താവം അത് പോസ്റ്റ് ചെയ്യാനായിരിക്കും, ഹൈക്കോടതി വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാനായിരിക്കും കോടതി ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളതും. നിലവിലിപ്പോൾ ഈ ഇരുഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട് 2 ദിവസം കോടതി അധികമായി എടുത്ത് ശനി ഞായർ ദിവസങ്ങൾ എടുത്ത് ഇന്ന് 10:15 വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. റൂമിൽ ഈ കോടതി മുറിയിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് എന്താണ് ആ വിധി എന്നറിയാൻ. നിലവിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ വലിയ ആശ്വാസം നൽകുന്ന വിധി തന്നെയായിരിക്കും അത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ദിവസം എടുത്തൊരു മുൻകൂർ പരിഗണിക്കുന്നത് ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. അതിനൊടുവിൽ വരുന്ന ഈ വിധി പ്രസ്താവം എന്തായാലും വിശദമായ വിധി പ്രസ്താവം തന്നെയായിരിക്കും. ഇതിന്റെ മെറിറ്റിലോട്ട് കടന്നു കയറി നിയമവ്യാഖ്യാനങ്ങളെല്ലാം പരിശോധിച്ച വിധി പ്രസ്താവം തന്നെയായിരിക്കാം വരാൻ പോകുന്നത്. അനുകൂലമെങ്കിൽ ദിലീപിന് തൽക്കാലം ആശ്വസിക്കാം. ക്രൈംബ്രാഞ്ച് പിന്നീട് ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കൂ. എന്നാൽ നേരെ വിധി എതിരായി മാറുകയാണെങ്കിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടേറിയതാകും മുന്നോട്ടുള്ള ദിവസങ്ങൾ. അതായത് കസ്റ്റഡിയിലേക്ക് ഉറപ്പായും പോലീസ് നീങ്ങും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനോടകം തന്നെ ദിലീപിന്റെ വീടിന് സമീപം തന്നെ ഇതിനോടകം ക്രൈംബ്രാഞ്ച് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. ദിലീപ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരവും. അങ്ങനെയെങ്കിൽ ഉടനടി കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും. അടക്കമുള്ള 5 പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധി ഏറെ നിർണായകമാണ്. ക്രൈംബ്രാഞ്ച് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ, കസ്റ്റഡിയിലെടുത്ത് ദിലീപ് അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസ് തെളിയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഏറ്റവും നിർണായകമായ തെളിവുകളടങ്ങിയ ഫോണുകൾ കൈമാറുന്നതിൽ അടക്കമുണ്ടായ കാലതാമസം ഈ അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ടെന്ന നിലപാട് ക്രൈംബ്രാഞ്ചിനുണ്ട്. ഇതേ നിലപാട് പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇന്ന് ദിലീപിന് മുൻകൂർ ജാമ്യം നൽകുമോ ഇല്ലയോ എന്നത് ഈ കേസിന്റെ മുന്നോട്ടുള്ള അതിന്റെ പുരോഗതിക്ക് ഏറെ നിർണായകമായ ഒന്നാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിന് മുന്നിൽ നിന്നും വിനീത വിജി ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ദിലീപിന്റെ വീട്ടിന് മുന്നിൽ നിന്നും ആർ അരുൺ രാജും നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, ക്രൈംബ്രാഞ്ച് സംഘം, അന്വേഷണ സംഘം എങ്ങനെയാണ് ഈ അവസാന നിമിഷങ്ങളിൽ, പ്രത്യേകിച്ച് ഏതാണ്ട് ഇനി ഒരു 7-8 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, ജഡ്ജി മിനിറ്റുകൾക്കുള്ളിൽ കോടതിയിലെത്തും, ജസ്റ്റിസ് ഗോപിനാഥിന്റെ വിധി എന്തായിരിക്കുമെന്ന് നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ വിധി ഏറെ നിർണായകമാണല്ലോ. എന്താണ് വിനീത ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നൽകാനുള്ളത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് ദിലീപിന് ഈ വിധി നിർണായകമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ അന്വേഷണ സംഘത്തിനും ഇന്നത്തെ വിധി നിർണായകം തന്നെയായിരിക്കും. കാരണം തുടക്കം മുതൽ തന്നെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അന്വേഷണ സംഘം. എന്നാൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതിസന്ധിയായിരുന്നത് ദിലീപിനെ 3 ദിവസം അവർക്ക് ചോദ്യം ചെയ്യാൻ, പ്രതികൾക്ക് ഒന്നിച്ച് കാണാനും സംസാരിക്കാനും ഒപ്പം അഭിഭാഷകരുമായി ഒക്കെ തന്നെ ഈ ചോദ്യം ചെയ്യൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താനും ഒക്കെ തന്നെ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നു. ഇത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലാണെങ്കിൽ പോലും പ്രതിസന്ധിയിലാക്കിയിരുന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം അനുവദിക്കുക എന്നൊരു ആവശ്യം കോടതിയിൽ പ്രോസിക്യൂഷൻ മുഖേന ഈ അന്വേഷണ സംഘം ഇത്തരത്തിലേക്ക് ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇങ്ങനെ ഈ അഭിഭാഷകരുമായി ഒക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അടുത്ത ദിവസം പ്രതികൾ ഈ വീണ്ടും ചോദ്യം ചെയ്യലിനായി വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഓരോ ചോദ്യത്തിനെയും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകർ പ്രതികൾക്ക് പറഞ്ഞു നൽകും. ഇത് പ്രകാരമായിരിക്കും പ്രതികൾ മൊഴി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം നേരത്തെ തന്നെ കരുതിക്കൂട്ടി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് തന്നെയാണ് അന്വേഷണത്തിൽ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എങ്കിൽ പോലും
കൃത്യമായിട്ടുള്ള തെളിവുകൾ ബാലചന്ദ്രകുമാറിന്റെ മൊഴിക്കപ്പുറമുള്ള ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ADGP ശ്രീജിത്ത് ഭാഗത്തിനെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഇത് സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തിനും ഇത് നിർണായകം തന്നെയാണ്. ഏതായാലും വിനീത തുടരുക. വിധി വന്നതിന് ശേഷം എന്തൊക്കെയാണ് അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ദിലീപിന്റെ ആലുവയിലെ വീടിന് പരിസരത്തെത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കോടതി ഉത്തരവ് വന്നാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കണം എന്നതാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ആ വീടിന്റെ പരിസരത്തുണ്ട്. അരുൺ രാജ് വിശദാംശങ്ങളുമായി ദിലീപിന്റെ വീടിന്റെ പരിസരത്തു നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഈ കോടതി വിധി എന്തായാലും അതിന്റെ തുടർ നടപടിയിലേക്ക് വളരെ വേഗത്തിൽ കടക്കുക എന്ന് തന്നെയാണോ അന്വേഷണ ഏജൻസിയുടെ തീരുമാനം? വിജയകുമാർ, ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി കോടതിയിൽ നിന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാനുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ആ സെക്കൻഡിൽ തന്നെ ദിലീപിനെ വീട്ടിലേക്ക് എത്തുക, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുത്തിരിക്കുന്നു. ദിലീപിന്റെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇതിന്റെ തൊട്ടടുത്തതായി ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ്. അറസ്റ്റ് ഉണ്ടാകും എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി നിലപാടാണ് ഈ ഘട്ടത്തിൽ അവർ ഉറ്റുനോക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ആ സെക്കൻഡിൽ തന്നെ വീട്ടിലേക്കെത്തി ദിലീപിനെയും മറ്റു പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ക്രൈംബ്രാഞ്ച് നിലവിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിന്റെ സംഘവും അതുപോലെ തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇപ്പോൾ തന്നെ നിലവിൽ ആലുവ പത്മസരോവരത്തിൽ ദിലീപിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ ഘട്ടത്തിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ മുഗൾ കോടതിയിലേക്ക് പോയി, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കും. ഇതാണോ ക്രൈംബ്രാഞ്ച് നൽകുന്ന സൂചന? അതിന്റെ മുന്നൊരുക്കമാണോ ഇപ്പോൾ ഈ കാണുന്നത്? തീർച്ചയായും ഇതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. അറസ്റ്റ്, പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കുക, പ്രതികൾക്ക് മുഗൾ കോടതിയെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളും അത് പൂർണ്ണമായും ഒഴിവാക്കുക, അതിന് ക്രൈംബ്രാഞ്ച് സദാ ഇപ്പോൾ സന്നദ്ധരായിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ യൂണിറ്റ് നേതൃത്വത്തിലുള്ള CA അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തി ഈ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരോട് സംസാരിച്ച ഘട്ടത്തിൽ അവർ പറയുന്നത് കോടതി വിധിയാണ് അവർ കാക്കുന്നത്. കോടതി വിധി എന്തായാലും അത് കോടതി വിധി നിന്ന് സ്വാഭാവികമായും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ആ നിമിഷം തന്നെ പിന്നീട് യാതൊരു തരത്തിലുള്ള ഒരു അരുൺ, എനിക്ക് തോന്നുന്നു ക്രൈംബ്രാഞ്ചിന്റെ സംഘത്തെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർ രണ്ട് തരത്തിലുള്ള നീക്കങ്ങൾക്ക് തയ്യാറായി ഒരുങ്ങി നിൽക്കേണ്ട സമയമാണല്ലോ ഇത്. ഒന്നെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ചിന് ആദ്യം ചെയ്യാനുള്ളത് ദിലീപിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക, പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ഒരു പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അവരുടെ അടുത്ത നീക്കമായി കരുതുന്നത് എന്താണ്? ഗോപികൃഷ്ണൻ, പ്ലാൻ എയും പ്ലാൻ ബിയും നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുമ്പിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്ലാൻ എ ആണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ആ നിമിഷം തന്നെ ഇവർ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിന് ഇപ്പോൾ അവർക്ക് കൃത്യമായ നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറിച്ചാണെങ്കിൽ ദിലീപിന് മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ അവരുടെ ഒരു വേഗത്തിലുള്ള നടപടി പിന്നീട് ഉണ്ടാകില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ അവർ കടക്കും. പ്രത്യേകിച്ച് ഈ പ്രതികളുടെ ശബ്ദ സാമ്പിളുകളുടെ പരിശോധന അടക്കം വേഗത്തിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് അവർ പോവുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായും അവരെടുത്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഈ അന്വേഷണത്തിന് യാതൊരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാകാതെ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുക എന്നുള്ളതാണ്. അവർ ഈ ഘട്ടത്തിലും ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി പ്രോസിക്യൂഷന് നമുക്ക് വളരെ വേഗത്തിൽ കോടതി നടപടികളിലേക്ക് പോകാം. അവിടെ നിന്നാണല്ലോ തുടർ നടപടികളുടെ ആകെ വിവരങ്ങൾ പുറത്തു വരേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ കോടതിയിലേക്ക് പോകാം. ഇപ്പോൾ ഹൈക്കോടതി അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. 10:15 പതിവ് കോടതിയുടെ സിറ്റിംഗ് സമയമാകുന്നു. 10:15 ആകുന്നു. അല്പസമയത്തിനകം കോടതി സിറ്റിംഗ് തുടങ്ങും. ആദ്യത്തെ കേസായി ഇത് പരിഗണിച്ച് വിധി പ്രസ്താവമായി ഉണ്ടാവുക. അലൗഡ് ഓർ ഡിസ്മിസ്ഡ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടാവുക. അക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും. ശ്രീകാന്ത് ഹൈക്കോടതിയിൽ നിന്ന് തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കോടതി അതിന്റെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഈ നിമിഷം വരെയും ജഡ്ജ് കോർട്ട് റൂമിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും അതിനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താകും ഈ കേസിലെ വിധി എന്നറിയാൻ.
കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. പ്രതിഭാഗവും പ്രോസിക്യൂഷനും സമാനതകളില്ലാത്ത രീതിയിൽ വീറോടും വാശിയോടും കൂടിയാണ് ഈ കേസിൽ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായത്. ഇതിൽ പ്രതിഭാഗം പ്രധാനമായും ഊന്നൽ കൊടുത്തത് ഈ FIRന്റെ സാധുത അത് സംബന്ധിച്ചാണ്. FIR നിലനിൽക്കില്ല, അത് വലിയ പൊരുത്തക്കേടുകൾ നിറഞ്ഞതാണെന്നാണ് നേരത്തെ പ്രതിഭാഗം കോടതി മുമ്പാകെ വാദിച്ചത്. ഈ ബാലചന്ദ്രകുമാർ വിശ്വാസയോഗ്യമായ വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തെളിവായി എടുക്കരുത്, ആ വീഡിയോകൾ മുഴുവൻ കൃത്രിമത്വം നിറഞ്ഞതാണ്, ഓഡിയോകൾ മുഴുവൻ കൃത്രിമത്വം നിറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രതിഭാഗം കോടതി മുമ്പാകെ അറിയിച്ചിരുന്നു. മാത്രമല്ല അവർ പറയുന്നത് 33 മണിക്കൂർ 3 ദിവസം തുടർച്ചയായി തടങ്കലിൽ എന്ന പോലെ ചോദ്യം ചെയ്യലിന് വിധേയരായി എന്നുള്ള കാര്യവും കോടതി മുമ്പാകെ അവർ ചൂണ്ടിക്കാണിച്ചു. തങ്ങൾ ഒരു തരത്തിലും നിസ്സഹകരിച്ചിട്ടില്ല അന്വേഷണവുമായി. അതായത് കസ്റ്റഡി ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു. മാത്രമല്ല ഈ ഫോണുകൾ മുഴുവൻ അവർക്ക് കൈമാറുകയും ചെയ്തു. അതായത് ഈ ഫോണുകൾ കൈമാറിയതോടുകൂടി ഇനി റിക്കവറി നടപടികളുമില്ല. കസ്റ്റഡിയും റിക്കവറി നടപടികളും വേണ്ടാത്ത സാഹചര്യത്തിൽ, ഇനി ഒരു ചോദ്യം ചെയ്യലോ റിക്കവറി നടപടികളോ വേണ്ടാത്ത സാഹചര്യത്തിൽ അറസ്റ്റും കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇനി ആവശ്യമില്ല. അതിനാൽ മുൻകൂർ ജാമ്യം നൽകണം. ഇതാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് അന്വേഷണത്തോട് ഒരു ഘട്ടത്തിൽ പോലും ഇവർ സഹകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഫോണുകൾ കൈമാറുന്നതിൽ അവർ വലിയ കാലതാമസം വരുത്തി എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഈ നടിയെ ആക്രമിച്ച കേസിലടക്കം തെളിവ് നശിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്ന വ്യക്തിയാണ് ദിലീപ് അടക്കമുള്ള പ്രതികൾ. അതിനാൽ തന്നെ ഇവർ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. കസ്റ്റഡി തന്നെയാണ് തങ്ങളുടെ ആവശ്യം, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേ പറ്റൂ എന്നും പ്രോസിക്യൂഷൻ അറിയിക്കുകയുണ്ടായിരുന്നു. ഇതിലെല്ലാം വിശദമായ വാദം കോടതി കേട്ടുകഴിഞ്ഞിരുന്നു. ഇനി വേണം കോടതി. ശ്രീകാന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ നിമിഷം നമ്മൾ കാത്തിരിക്കുന്നത് എന്തായിരിക്കും ജസ്റ്റിസ് ഗോപിനാഥ് പറയാൻ പോകുന്നത്? മുൻകൂർ ജാമ്യം ദിലീപിന് അനുവദിക്കുമോ, അതല്ലാതെ നിരാകരിക്കുമോ? ഒരുപക്ഷെ മുൻകൂർ ജാമ്യം നിരാകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. കാരണം ക്രൈംബ്രാഞ്ച് ഈ ദിവസങ്ങളിലെല്ലാം നിരന്തരമായി ആവശ്യപ്പെടുന്നത് ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവാദം ഉണ്ടാകണം എന്നുള്ളതാണ്. സ്വാഭാവികമായും മുൻകൂർ ജാമ്യം തള്ളിയാൽ, ആ അപേക്ഷ തള്ളിയാൽ ദിലീപിനെയും മറ്റു പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുക എന്ന നീക്കത്തിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് ആദ്യം കടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടാൽ വീണ്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നതാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള വഴി. ഏതായാലും ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ നിരവധി തവണ ഇതിനെ സ്വാധീനിക്കുന്ന തരത്തിൽ, ഈ അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലെ സുപ്രധാനമായ തെളിവുകൾ അടങ്ങിയിട്ടുള്ള ഫോണുകൾ വിട്ടുകിട്ടുന്നതിലുണ്ടായ കാലതാമസം, അതിന്റെ ലോക്ക് പാറ്റേൺ സംബന്ധിച്ച കാര്യങ്ങളിൽ പോലും വിവരങ്ങൾ നൽകുന്നതിന് വന്ന വീഴ്ച, ഇതെല്ലാം തന്നെ ഈ അന്വേഷണത്തിലുള്ള ഇടപെടലായി കണ്ടുകൊണ്ട് ദിലീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ സ്ഥിരതയില്ലാത്ത, ഒരു തരത്തിലും ബലമില്ലാത്ത മൊഴിയെ മാത്രം ആശ്രയിച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണിതെന്നും ഇതിന് നിലനിൽപ്പില്ലെന്നും ഇത് ദിലീപിനെ ബോധപൂർവം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്നതുമായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ വാദിച്ചത്. ഏതായാലും വാദമുഖങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി പരിശോധിച്ചു. വാദമുഖങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിന്യായങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരു വിഭാഗവും അവരുടെ ആവശ്യങ്ങൾ കോടതിയുടെ മുന്നിൽ വെച്ചത്. അതിനുശേഷം വിശദമായ ഒരു ആർഗ്യുമെന്റ് നോട്ട് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനെല്ലാം ശേഷം ജസ്റ്റിസ് ഗോപിനാഥിന്റെ വിധി എന്തായിരിക്കും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 10:16 ആയിരിക്കുന്നു ഇപ്പോൾ സമയം. 10:15 വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ജഡ്ജി ഗോപിനാഥ് ഇതുവരെ ചേംബറിൽ എത്തിയിട്ടില്ല, കോടതി മുറിക്കുള്ളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ശ്രീകാന്ത് നൽകുന്ന വിവരം. എന്തായാലും ഇത് തുടർ നിയമ നടപടികളിലേക്ക് കൂടി പോകുമെന്ന സൂചനയും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ഏത് ഭാഗത്തിനാണോ വിധി എതിരാകുന്നത് അവർ മേൽക്കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ട്. പ്രോസിക്യൂഷനെതിരാണ് ഉത്തരവെങ്കിൽ പ്രോസിക്യൂഷൻ തുടർ നിയമ നടപടികളിലേക്ക് കടക്കും. പ്രതിഭാഗത്തിനെതിരാണെങ്കിൽ അവരും തുടർ നിയമ നടപടികളിലേക്ക് പോകും. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ നമ്മൾ തള്ളിക്കളയുന്നില്ല. വിശദമായ വാദം കേട്ടതാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും. അവരുടെ പക്കലുള്ള തെളിവുകൾ, ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നുള്ള വാദമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ നടന്നത്. അത്തരത്തിൽ മെറിറ്റിലേക്ക് കടന്ന് കൂടുതൽ വാദം നടത്തേണ്ടതില്ല എന്ന് കോടതി ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുകൂടി ഇതുവരെ വന്ന തെളിവുകൾ ഏതാണ്ട് ഇഴകീറി പരിശോധിക്കുന്ന സാഹചര്യം നമ്മൾ കോടതിയിൽ കണ്ടതാണ്. ഈ കേസിന്റെ FIR തന്നെ നിലനിൽക്കില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ ഏറ്റവും വലിയ വാദം. FIR തയ്യാറാക്കിയത് തന്നെ ക്രൈംബ്രാഞ്ചിന് അത്തരം ഒരു അധികാര പരിധി ഇല്ലാത്ത അധികാരം ക്രൈംബ്രാഞ്ച് ഉപയോഗിച്ചു. ലോക്കൽ പോലീസിന്റെ അധികാരത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു കയറി തുടങ്ങി
തുടങ്ങിയ വാദങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വാദം തുടങ്ങിയത് പ്രതിഭാഗം. പിന്നീട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബാലചന്ദ്രകുമാറിന്റെ മൊഴി, അതിലെ പൊരുത്തക്കേടുകൾ, ആ മൊഴി പോലീസിന് നൽകിയതും FIR-ൽ ചേർത്തതുമായ കാര്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഭാഗം വാദം മുന്നോട്ട് കൊണ്ടുപോയത്. അതിനിടയിൽ പ്രോസിക്യൂഷൻ ചില വിശദീകരണങ്ങളുമായി വരികയും ചെയ്തു. ഇതിലെ മൊഴിയിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗങ്ങളിലെ ആശയക്കുഴപ്പം ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം എന്ന ആനുകൂല്യം ഈ ഘട്ടത്തിൽ പ്രതിക്ക് നൽകരുത്, ഇതൊരു സാമൂഹ്യ വിഷയമായി കൂടി കണക്കിലെടുത്ത് ഈ കേസിനെ പരിഗണിക്കണമെന്നായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അവരുടെ വാദം അവസാനിപ്പിച്ചത് തന്നെ ഇത്തരം കേസുകളിൽ മാതൃകാപരമായ നടപടി കോടതി കൈക്കൊള്ളണം, അത് ഇത്തരം ക്രൈമുകൾ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു മുന്നറിയിപ്പായി, ഒരു താക്കീതായി മാറത്തക്ക തരത്തിലുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ അവരുടെ വാദം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞത്. പിന്നീട് പ്രതിഭാഗം ഒരു ആർഗ്യുമെന്റ് നോട്ട്, വിശദമായ വാദം എഴുതി തയ്യാറാക്കി കോടതിയിൽ നൽകുകയും ചെയ്തു. അതൊക്കെ പരിഗണിച്ച ശേഷമാണ് ജസ്റ്റിസ് ഗോപിനാഥ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് നൽകാൻ ഇരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, കൂടുതൽ ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് കണക്ക് കൂട്ടുന്നത് മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കടക്കാൻ പോകുന്നത്. ഇതിന്റെ വാദമുഖങ്ങളിൽ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്, ഇതുവരെ പ്രതിഭാഗം അഭിഭാഷകൻ, അതായത് ദിലീപിന് വേണ്ടി ഹാജരായ രാമൻപിള്ള കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിധി പകർപ്പുകളിലെ ഭാഗങ്ങൾ പോലെയല്ല ഈ കേസ്. കാരണം ഇത് അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തി, ഗൂഢാലോചന നടത്തി എന്ന വേറിട്ട കേസാണ്, സവിശേഷതയുള്ള കേസാണ്. ഈ കേസ് തെളിയിക്കപ്പെടണമെങ്കിൽ സ്വാഭാവികമായും ഇതിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം ചോദ്യം ചെയ്യാൻ എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് സംഘം, അന്വേഷണ സംഘം ഇപ്പോഴും കരുതുന്നത് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ദിലീപിന്റെ വീട്ടിന് മുന്നിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ക്രൈംബ്രാഞ്ച് സംഘം ദിലീപിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ദിലീപിനെയും മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ CI അടക്കമുള്ളവർ ദിലീപിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തത്സമയം അരുൺ രാജ്, ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഹൈക്കോടതിയുടെ തീർപ്പ് എന്തായിരിക്കും, അതിലെ വിധി എന്തായിരിക്കും എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യം കൊടുക്കുമോ ദിലീപിന്, അത് അനുവദിക്കുമോ, അതല്ല അത് തള്ളുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്ന്. ദിലീപ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം ചോദ്യം ചെയ്യാനെങ്കിൽ മാത്രമേ ഈ വധഗൂഢാലോചന കേസ് സമ്പൂർണ്ണമായി തെളിയിക്കാൻ കഴിയൂ എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ദിലീപിന്റെ ശബ്ദ പരിശോധന നാളെ നടത്തുമെന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അടക്കമുള്ളവരുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ആ ശബ്ദ പരിശോധന നാളെ നടക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. അത് ഈ കേസിൽ നിർണായകമാണ്. അത്തരം ഒരു പരിശോധന നാളെ 11:30 കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഈ അന്വേഷണത്തിന്റെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അതിനുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസം, അതായത് ശബ്ദ സാമ്പിൾ പരിശോധനയ്ക്കുള്ള തീരുമാനം അത് കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിന്റെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. നാളെ 11:30 കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ദിലീപ് അടക്കമുള്ള ഈ കേസിലെ പ്രതികളുടെ ശബ്ദ പരിശോധന നടത്തും. ഈ ബാലചന്ദ്രകുമാർ തെളിവായി നൽകിയിരിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ, അതിലെ ശബ്ദവും ഈ പ്രതികളുടെ ശബ്ദവും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയ പരിശോധനയാണ് നാളെ നടക്കുന്നത്. അത് ഈ കേസിൽ പ്രധാനപ്പെട്ടതാണെന്ന് കോടതിയെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതും കൂടി കണക്കിലെടുത്താണ് നാളെ 11:30 കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ശബ്ദ സാമ്പിളുകൾ നൽകാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് ഈ പരിശോധനയിൽ പങ്കെടുക്കാമെന്ന് പ്രതികൾ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഇതിൽ മറ്റു തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇരുപക്ഷവും കൂടി തീരുമാനിച്ചുറപ്പിച്ച തരത്തിലാണ് ഇതിൽ അന്വേഷണം നടക്കുന്നത്. അതിൽ ശബ്ദ പരിശോധന നാളെ എന്നത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഉണ്ടാകുന്നത്. വധഗൂഢാലോചനയിൽ സാക്ഷിയായ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നതായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയുടെ മുൻപാകെ വാദിച്ചത്. അതേസമയം തന്നെ എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ പോലീസ് കെട്ടിച്ചമച്ച കേസ് എന്നതായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം. ഏതായാലും ഈ രണ്ട് വാദമുഖങ്ങളും കേട്ട ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇരു വിഭാഗവും അവർക്ക് അനുകൂലമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാധ്യമങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ദിലീപിന്റെ വീട്ടിന് മുന്നിൽ ഉള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ്. ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. അരുൺ രാജ് നമുക്കൊപ്പം ഉണ്ട്. അരുൺ, എന്താണ് വിവരങ്ങൾ? അരുൺ, ക്രൈംബ്രാഞ്ച് സംഘം അവിടെ ഉണ്ടല്ലോ.
അതിനുള്ള മാർഗങ്ങൾ ഇപ്പോൾ തേടുകയാണ്. പ്രത്യേകിച്ച് ദിലീപിന്റെ വീടിന്റെ 2 ഗേറ്റുകളും പൂർണ്ണമായും അടച്ച അവസ്ഥയിലാണ്. ദിലീപ് വീടിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യതകൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തേടുകയും ചെയ്യുന്നുണ്ട്. എന്നുള്ളതാണ് അവർ കാക്കുന്നത്. അതിനുശേഷം നടപടി ഉണ്ടാകും. ഈ കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 സംഘങ്ങളായുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള CA അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ദിലീപ് അടക്കമുള്ള 3 പ്രതികളും ഇവിടെ തന്നെയുണ്ട് എന്നൊരു പ്രതീക്ഷ. അതാണ് അരുൺ, അത് ഈ 3 പ്രതികളും ഈ ദിലീപിന്റെ വീട്ടിൽ തന്നെ ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളും ഉണ്ടോ? അനൂപ്, അതുപോലെ മറ്റു പ്രതികളും ഈ കേസിലെ സുരാജ്, അവരൊക്കെ ഈ ദിലീപിന്റെ വീട്ടിലാണോ ഉള്ളത്? ഈ 3 പ്രതികളും ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോഴുണ്ടല്ലേ? ഇതിൽ പ്രധാനമായും ക്രൈംബ്രാഞ്ച് പറയുന്നത് ദിലീപ്, സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, ഇവർ 3 പേരും ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പരിപൂർണമായ ഇവിടേക്ക് ഒരു മേൽനോട്ടം എത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ കേസിൽ ഈ പ്രതികൾക്ക് ഒരു സാധ്യത, മുഗൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത പോലും കൊടുക്കാതെ കസ്റ്റഡിയിലെടുക്കുക. കാരണം ഇത്രയധികം കാത്തു നിൽക്കാൻ ഇനി സമയമില്ല എന്നുള്ളതാണ്. കോടതി മാത്രമാണ് അവർ ഇഘട്ടത്തിൽ പരിശോധിക്കുന്നത്. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടായാൽ പിന്നെ സെക്രട്ടറി വ്യത്യാസത്തിൽ തന്നെ ദിലീപിന്റെ വീട്ടിനുള്ളിലേക്ക് ഇവർ കടക്കും. പിന്നീട് ദിലീപിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള തീരുമാനമാണ് നിലവിൽ എടുത്തിരിക്കുന്നത്. 3 പേരും ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ശരി, ഏതായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ദിലീപിന്റെ ആലുവയിലെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ വീട്ടിനകത്ത് ഇപ്പോൾ ഈ പത്മസരോവരത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പത്മസരോവരത്തിൽ ഇപ്പോൾ ദിലീപും ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ഈ കേസിലെ 3 പ്രതികളും അവിടെയുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗം ക്രൈംബ്രാഞ്ചിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയുടെ തീർപ്പ്? അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘം തയ്യാറായി നിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ദിലീപ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുമെന്നാണ്. അതേസമയം തന്നെ മുൻകൂർ ജാമ്യം ദിലീപിന് അനുവദിക്കപ്പെട്ടാൽ എന്തായിരിക്കും തുടർ നീക്കം? സ്വാഭാവികമായി നിയമവഴികളിലേക്ക് കടക്കുക എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള സാധ്യത. അതിലേക്കായിരിക്കും അവർ കടക്കുക. ഏതായാലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദിലീപും സഹോദരനും സഹോദരി ഭർത്താവും ഇപ്പോൾ പത്മസരോവരത്തിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ദിലീപിന്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിന് മുന്നിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ വേഗം നമുക്ക് ഇനി പോകാനുള്ളത് കോടതി നടപടികളിലേക്കാണ്. കോടതിയിൽ ഇന്നുണ്ടാകുന്ന തീർപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 10:15 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ 10:25 കഴിഞ്ഞിരിക്കുന്നു. ശ്രീകാന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ശ്രീകാന്ത്, കോടതി നടപടികൾ വൈകുകയാണോ അതോ പതിവ് കോടതി നടപടിയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ കോടതിയിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ശ്രീകാന്ത്? പത്തരയാകും വിജയകുമാർ. എന്തായാലും കാര്യങ്ങൾ ആരംഭിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിലിപ്പോൾ ജഡ്ജ് ചേംബറിലേക്ക്, ഈ കോടതി മുറിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും എല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രതിഭാഗവും പ്രോസിക്യൂഷനും അടക്കമുള്ളവർ കോടതിയിൽ കാത്തിരിക്കുകയാണ്. ഓൺലൈനായാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഹാജരാകുന്നത്. പ്രോസിക്യൂഷൻ നിലവിൽ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഏവരും കാത്തിരിക്കുകയാണ്. 10:00 ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി പ്രസ്താവം പ്രതീക്ഷിച്ചാൽ മതി. 10:15 എന്ന് പറഞ്ഞെങ്കിലും ജഡ്ജ് ഇതുവരെ കോടതി മുറിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം അദ്ദേഹം എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ദിലീപിനെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളവും കൃത്യമായി ഇന്ന് ഈ വിധി വേറെ നിർണായകമായ കാര്യമാണ്. മാത്രമല്ല നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ജഡ്ജ് എത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 10:30 10:30 അദ്ദേഹം ചേംബറിലേക്ക് എത്തും. അദ്ദേഹം അത് കോടതി മുറിയിലേക്ക് എത്തും എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ. യെസ്, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. ശ്രീകാന്ത്, തുടരുക. കോടതി നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന സൂചനയാണ് വരുന്നത്. കോടതി അല്പസമയത്തിനകം സമ്മേളിക്കും. ആദ്യത്തെ കേസായി ഇത് പരിഗണിച്ച് വിധി ന്യായം പറയുകയും ചെയ്യും. ഡിസ്മിസ്ഡ് ഓർ അലൗഡ്, ഈ 2 കാര്യങ്ങൾക്ക് മാത്രമാണ് സാധ്യത. ജഡ്ജ്മെന്റിന്റെ മറ്റു വിവരങ്ങളിലേക്ക് ഒരുപക്ഷെ കോടതി ഡീറ്റെയിൽ ആയി വിശദമായി ഈ ഘട്ടത്തിൽ കടന്നേക്കില്ല. ഒരുപക്ഷെ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് പിന്നീട് മാത്രമായിരിക്കും പുറത്തു വരിക. നമുക്കറിയേണ്ടത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയോ അതോ അത് അനുവദിച്ചിട്ടുണ്ടോ, ഈ
രണ്ട് കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഓപ്പൺ കോർട്ടിൽ ഒരു വിശദീകരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അത് കോടതി സമ്മേളിക്കാൻ തുടങ്ങുന്നു. 10:30 കോടതി ഇന്ന് സിറ്റിംഗ് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി, ADGP ശ്രീജിത്ത് ഇപ്പോൾ എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ തന്നെ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ സെർച്ച് ഉണ്ടാകും എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ആലുവയിലെ ദിലീപിന്റെ വീടായ പത്മസരോവരത്തിന് മുന്നിൽ ക്രൈംബ്രാഞ്ച് സംഘം ക്യാമ്പ് ചെയ്യുന്നതിന്റെ അവർ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ദിലീപിന്റെ സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ഈ കേസിലെ 3 പ്രതികൾ ഇപ്പോൾ പത്മസരോവരത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGP ശ്രീജിത്ത് എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അന്വേഷണ സംഘം വളരെ ആകാംക്ഷയോട് കാത്തു നിൽക്കുന്നത് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുമോ തള്ളുമോ എന്നുള്ളതാണ്. അനുവദിക്കപ്പെട്ടാൽ സ്വാഭാവികമായി നിയമ നടപടികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. പ്രോസിക്യൂഷൻ കാര്യങ്ങളെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം തന്നെ ശക്തമായ വാദങ്ങൾ ഉയർത്തി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊടുവിൽ ഉണ്ടാകാൻ പോകുന്ന ഫലം എന്തായിരിക്കും എന്നതാണ്. ഏതാണ്ട് 2 മിനിറ്റേ ഉള്ളൂ ഇനിയിപ്പോൾ ജസ്റ്റിസ് ജെ ഗോപിനാഥ് കോടതി മുറിയിലേക്ക് വരാൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശ്രീകാന്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 10:30 തന്നെ ജസ്റ്റിസ് ഗോപിനാഥ് കോടതി മുറിക്കുള്ളിലെത്തും. അധികം 1-2 വരിയിൽ കാര്യങ്ങൾ വ്യക്തമാകും. അതിനുശേഷം ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ജാമ്യം നൽകിയാൽ, മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ പിന്നീട് നിയമ നടപടികൾ മാത്രമാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകരമായിട്ടുള്ളത്. അതല്ല എങ്കിൽ ഉടൻ തന്നെ ദിലീപ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലേക്ക് അന്വേഷണ സംഘം കടക്കും. 3 സ്ഥലങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വിവരം. ദിലീപിന്റെ വീട് കൂടാതെ അനൂപിന്റെ വീടും അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻ ഓഫീസിലും അതിനു മുന്നിലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. ഏത് തരത്തിലും ഈ ഉത്തരവുണ്ടായാൽ ഉടൻ തന്നെ തുടർ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ ഈ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ കൊച്ചിയിലുണ്ട്. നമുക്ക് വീണ്ടും കോടതിയുടെ നടപടികളിലേക്ക് തന്നെയാണ് കടക്കേണ്ടത്. കോടതി അതിന്റെ സിറ്റിംഗ് ആരംഭിക്കുകയാണ്. കോടതി നടപടിയിലേക്ക് കടക്കുന്നു. കോടതി മുറിയിലേക്ക് അല്പസമയത്തിനകം ജഡ്ജി എത്തും. തുടർന്ന് അദ്ദേഹം ഈ ജഡ്ജ്മെന്റ് വായിക്കുകയും ചെയ്യും. വിശദമായ വാദം കേട്ടതിന് ശേഷം വിധി പറയുക എന്നതിലേക്ക് മാത്രമാണ് ഇന്ന് കേസ് മാറ്റിയിരിക്കുന്നത്. അതിന്മേൽ മറ്റ് നടപടികൾ ഇന്നുണ്ടാവില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇരുപക്ഷവും ആർഗ്യുമെന്റ് നോട്ട് വിശദമായി കോടതിക്ക് എഴുതി തയ്യാറാക്കി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ കോടതിക്ക് മറ്റു തരത്തിലുള്ള വിശദീകരണങ്ങൾക്കായി ഇന്ന് ഇരുപക്ഷത്തെയും കാണേണ്ട സാഹചര്യവുമില്ല. ഇന്ന് വിധി പ്രസ്താവത്തിന് വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഫോർ ജഡ്ജ്മെന്റ് എന്നതിന് വേണ്ടി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ പെറ്റീഷൻ. അതുകൊണ്ട് അതിൽ തീരുമാനമെടുക്കുക എന്ന നടപടി മാത്രമായിരിക്കും ഇന്ന് കോടതിയിൽ ഉണ്ടാവുക. ആദ്യത്തെ കേസായി ഇത് പരിഗണിച്ച് കോടതി ജഡ്ജ്മെന്റ് നൽകുകയും ചെയ്യുമെന്നതാണ് ഏറ്റവും ഒടുവിലും നമുക്ക് കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ കോടതി ഉത്തരവിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്ത് തുടർ നടപടികൾ വേണമെന്നത് കോർട്ട് ഹാസ് അസംബ്ലഡ്. കോടതി നടപടിയിലേക്ക് തുടങ്ങുകയാണ്. കോടതി നടപടി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ദിലീപിന് വധശ്രമ ഗൂഢാലോചന കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ജസ്റ്റിസ് ജെ ഗോപിനാഥ്. കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരേ ഒരു വഴി നിയമവഴികളിലുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഗൂഢാലോചന കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം, ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് അല്പനിമിഷം മുമ്പാണ് ജസ്റ്റിസ് ഗോപിനാഥ് ഓപ്പൺ കോർട്ടിൽ വായിച്ചത്. ആ ഉത്തരവിന്റെ പ്രസക്ത ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒറ്റ കാര്യം, ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നമുക്കറിയേണ്ടത് എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് മുന്നോടിയായി കോടതി ഉത്തരവിൽ എഴുതിയിട്ടുള്ളത് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ദിലീപിന് വലിയ ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ഒറ്റ വരിയിൽ വിധി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ദിലീപ് ഉൾപ്പെടെ ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് ഇതാ എത്തിയിരിക്കുന്നു. കേസിൽ ഗൂഢാലോചന കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം, പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടി. എന്താണ് കോർട്ട് ഹാസ് ഗ്രാന്റഡ് ആന്റിസിപ്പേറ്ററി ബെയിൽ ടു ദിലീപ് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രമല്ല പ്രോസിക്യൂഷൻ ഈ കേസിൽ നിരത്തിയ മുഴുവൻ കാര്യങ്ങളിലും, കാരണം ഇതിന്റെ തെളിവ് എത്രത്തോളം ശക്തമാണ് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യം, ഏതായാലും ഏതായാലും ഉപാധികളോടെയാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നിതോടെ വ്യക്തമാണ്. എന്തൊക്കെയാണ് ആ ഉപാധികൾ? അതായത് അന്വേഷണവുമായി ദിലീപ് അടക്കമുള്ള പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന പോലീസിന്റെ
പരാതി അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോടതി എന്ന ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഉപാധികൾ എന്നത് ഈ ഉത്തരവിൽ താഴെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം വരാം. ശ്രീകാന്ത് വിവരങ്ങളുമായി കോടതിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, വളരെ വേഗത്തിൽ എന്താണ് കോടതി പറഞ്ഞത്? രാമൻപിള്ള പ്രതിഭാഗം അഭിഭാഷകൻ രാമൻപിള്ള വരുന്നു, മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്ന് കരുതുന്നു. പ്രതിഭാഗം അഭിഭാഷകൻ രാമൻപിള്ള ശക്തമായ വാദമുഖങ്ങളായിരുന്നു കോടതിയിൽ ഉയർത്തിയത്. 33 മണിക്കൂർ 3 ദിവസം ചോദ്യം ചെയ്തിട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ദിലീപിന് ജാമ്യം നിഷേധിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. മാത്രമല്ല, എല്ലാ രീതിയിലും സഹകരിക്കുകയും ഫോണിന്റെ കാര്യത്തിൽ മാത്രം ചില ആശങ്കകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടും തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെ പോയ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. തീർത്തും ദുർബലമായ ഈ ശബ്ദ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുക എന്ന് രാമൻപിള്ള ചോദിച്ചിരുന്നു. അതിനൊടുവിലാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. അദ്ദേഹം ഒരുപക്ഷെ വിശദമായി സംസാരിച്ചിട്ടില്ല. ബാലചന്ദ്രകുമാറിന്റെ പ്രതികരണത്തിലേക്ക്. അതിനിടയിൽ ജസ്റ്റിസ് ഗോപിനാഥ്, ഐ ഹാവ് ഓൾറെഡി സെഡ് ദാറ്റ് യുവർ അപ്രീഷിയേഷൻ റിഗാർഡിംഗ് നോൺ കോപ്പറേഷൻ വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി അഡ്രസ്ഡ് ബൈ ഇമ്പോസിംഗ് കണ്ടീഷൻസ്. അദ്ദേഹത്തിന് ഈ ബാലചന്ദ്രകുമാറിന്റെ പ്രതികരണം കേൾക്കാം. സന്തോഷിക്കേണ്ട ദിലീപല്ലേ, അപ്പം എനിക്ക് പ്രത്യേകിച്ച് ദുഃഖവുമില്ല സന്തോഷവുമില്ല. അതാണ് എൻ്റെ പ്രതികരണം. അല്ല, ഇപ്പൊ ഈ കേസിൽ ഇങ്ങനൊരു ജാമ്യം കിട്ടിയത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഗുണമായി മാറും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? അല്ല, കേസിൽ ജാമ്യം കിട്ടിയത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ശക്തനായ പ്രതി പുറത്തു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്രയും കാലം മനസ്സിലാക്കിയതിൽ നിന്ന് പറയാനുള്ളത്. താങ്കളിനി എന്താണ് അടുത്ത നിലപാട്? അല്ല, എൻ്റെ നടപടികൾ എന്താണെന്ന് എനിക്കറിയില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഒരു സാക്ഷി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് നമ്മുടെയൊക്കെ ചരിത്രത്തിൽ നമ്മുടെയൊക്കെ പ്രായത്തിനിടയിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് വിദഗ്ധന്മാരത് പറഞ്ഞിട്ടുണ്ട്. ഒരു മുൻകൂർ ജാമ്യത്തിന് ഇത്രത്തോളം നടപടിക്രമങ്ങൾ, അത് പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഫോണുകളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് സമയം കിട്ടി എന്നുള്ളതാണ് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ ചില ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ താങ്കൾ വിലയിരുത്തുന്നുണ്ട് പുറത്തു നിൽക്കുന്നത്? ഇപ്പൊ പ്രോസിക്യൂഷനെ ഏറ്റവും സഹായിച്ചത് താങ്കളുടെ ഒരു മൊഴിയും ഇതുമാണ്. അതിന്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ അതിന്റെ ഒരു ബലം നശിച്ചു പോകുന്നു, കുറയുമോ എന്ന് താങ്കൾ ആശങ്കപ്പെടുന്നു? തീർച്ചയായിട്ടും ആശങ്കപ്പെടുന്നുണ്ട്. കാരണം പ്രതി പ്രബലനാണ്, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കേരളം തന്നെ മൊത്തം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രതി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനല്ല, അദ്ദേഹം ഏത് തരത്തിലുള്ള ആളാണ്. ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതി പുറത്ത് നിൽക്കുമ്പോൾ ഒരു കേസ് എങ്ങനെ അന്വേഷിക്കും? മാത്രമല്ല, കേസിൻ്റെ നാൾ വഴികൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കോടതിയോട് പോലും അങ്ങോട്ട് നിബന്ധനകൾ വെച്ചുകൊണ്ടായിരുന്നു പ്രതിഭാഗം വാദപ്രതിവാദങ്ങൾ നടത്തിയത്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഫോൺ തരില്ല, 4ാമത്തെ ഫോൺ തരാം, എന്നിട്ട് പറയുന്നു 4ാമത്തെ ഫോൺ ഇല്ല, 1ാമത്തെ ഫോൺ തരാം, 1ാമത്തെ ഫോൺ തരില്ല, 4ാമത്തെ ഫോൺ തരാം. ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണെന്ന് ഏത് മലയാളിക്കും അറിയാം. അങ്ങനെ വരില്ലല്ലോ. ജാമ്യവും വാദമുഖങ്ങളും രണ്ടും രണ്ടല്ല. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ബാലചന്ദ്രകുമാറിൻ്റെ മൊഴികളിലെ കോൺട്രഡിക്ഷൻസ് അങ്ങനെ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. അത് കോടതി പരാമർശിച്ചതായിട്ടാണ് ഞാൻ വാർത്താമാധ്യമങ്ങളിൽ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാദമുഖങ്ങളോ ഞാൻ കൊടുത്ത തെളിവുകളോ അതൊന്നും അല്ല എന്ന് തോന്നുന്നു വിധിയെ ബാധിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരിക്കലും ഇല്ല, അങ്ങനെ ആയിരിക്കില്ലല്ലോ. സാക്ഷി കൊടുത്ത മൊഴിയെ മുഖവിലയ്ക്ക് എടുക്കുന്നതൊക്കെ വിചാരണ സമയത്തെ കാര്യങ്ങളല്ലേ. ഈ കേസിൻ്റെ തുടക്കം മാത്രമല്ലേ ഇത്, അദ്ദേഹത്തിന് ജാമ്യം മാത്രമല്ലേ അനുവദിച്ചിട്ടുള്ളൂ, കേസിനെ ഡിസ്പോസ് ചെയ്തിട്ടില്ലല്ലോ. അത് വരുന്ന ആളുകളിലായിരിക്കും അത് പരിഗണിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളുടെ തെളിവുകളാണ് പ്രധാനമായും എടുത്തത്. പക്ഷേ താങ്കൾ കൊടുത്ത തെളിവുകളൊക്കെ പോലീസ് കൃത്യമായി അത് ഫോളോ ചെയ്യുകയും നൽകുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോലീസ് അത് കൃത്യമായിട്ട് ഹാജരാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഞാൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണ് അന്വേഷണം തുടങ്ങുന്നതെങ്കിലും മറ്റ് ഒട്ടനവധി തെളിവുകൾ ശേഖരിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയാം. ഒരിക്കലുമില്ല പ്രോസിക്യൂഷനെ തിരിച്ചു. ഒരാളിന് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്
പ്രോസിക്യൂഷന് തിരിച്ചടിയല്ലല്ലോ, കാരണം അന്വേഷണം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. അന്വേഷണം ഇനിയും ബാക്കി കിടക്കയില്ലേ. കസ്റ്റഡിയിൽ വേണം എന്നുള്ളത് മാത്രം ഇവിടെ നടന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വിധിയിൽ. ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കിത് ദുഃഖമോ സന്തോഷമോ നൽകുന്ന ഒരു വാർത്തയല്ല ഇപ്പം ഞാൻ കേട്ടത്. പ്രതി പ്രബലനാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തും സംഭവിക്കാം. മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്തേ മതിയാവും. അതാണ് ഒരു കീഴ്വഴക്കം. അന്വേഷണ ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് കേൾക്കാം. അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പോവുകയാണ് ആലുവയിലെ വീട്ടിൽ മുന്നിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഉപാധികളോടെയാണ്. അതിൽ ജസ്റ്റിസ് ഗോപിനാഥ് പറയുന്നു, ഈ ഉപാധികൾ ലംഘിക്കപ്പെട്ടാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാം. പ്രോസിക്യൂഷനോട് പറഞ്ഞത്, നിങ്ങൾ ഈ അന്വേഷണത്തോട് ദിലീപ് സഹകരിക്കുന്നില്ല എന്ന നിങ്ങളുടെ ആശങ്ക കോടതി പരിഗണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം ഉപാധികളോടെ നൽകുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഉപാധികൾ ലംഘിക്കുകയാണ് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചാൽ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടാൽ, തോന്നുകയാണെങ്കിൽ, ഈ അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. ഉപാധികൾ ലംഘിക്കരുത് എന്ന്, ഉപാധികൾ വെച്ച് അത് കർശനമായി പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയുടെ ഈ വിധി ഒരു കനത്ത തിരിച്ചടിയാണ്. ഹൈക്കോടതിയുടെ തന്നെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായാണ് ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഇത്രയധികം ദിവസം വാദം നീണ്ടുപോകുന്നത്, ഇത്രയധികം ദിവസം ഒരു തീർപ്പുണ്ടാകുന്നത്, നീട്ടിവെക്കപ്പെടുന്നത്. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുൻകൂർ ജാമ്യം ദിലീപിന് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉപാധികളോടെ, ഈ ഉപാധികൾ ലംഘിച്ചാൽ ദിലീപിന് അറസ്റ്റ് ചെയ്യാം. പ്രബലനായ പ്രതി പുറത്തു നിൽക്കുമ്പോൾ അന്വേഷണം എങ്ങനെ നേരാവണ്ണം പോകും എന്നാണ് ഈ കേസിന് തന്നെ ആധാരമായി വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാറിന്റെ പ്രതികരണം. പ്രതി അദ്ദേഹം ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ പോകും എന്നതിലുള്ള ആശങ്കയുണ്ട്. എന്താണോ അന്വേഷണ സംഘം ഇനി പറയുന്നത് അതനുസരിച്ചായിരിക്കും ഈ കേസിലെ സാക്ഷി എന്ന നിലയിൽ തന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ പ്രതികരണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ദിലീപിന്റെ വീട്ടിന് മുന്നിൽ അവർ ഈ വിധി അനുകൂലമാകുമെന്ന് കരുതി ദിലീപിനെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായി ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു, മറ്റു പ്രതികരണങ്ങളൊന്നും നടത്താതെ. പാസ്പോർട്ട് ഹാജരാക്കണം, 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 ഉപാധികൾ. ഇത് സാധാരണഗതിയിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ കോടതി തീർപ്പാക്കുമ്പോൾ നൽകുന്ന ഉപാധികൾ, സാധാരണ ഉപാധികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ, കൂടുതൽ കടുത്ത ഉപാധികൾ ഉണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇതാണ് ഉപാധികൾ, ഇത് മാത്രമാണ് ഉപാധിയെങ്കിൽ ഇതിൽ അസാധാരണമായി ഒന്നുമില്ല. സാധാരണഗതിയിൽ നൽകുന്ന ഉപാധികൾ, ഒന്ന് പാസ്പോർട്ട് ഹാജരാക്കണം. ഈ പ്രതികൾ നാടുവിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് എടുക്കുന്ന ഒരു മുൻകരുതലാണ് പാസ്പോർട്ട് ഹാജരാക്കണം എന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. മറ്റൊന്ന് 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം സാധാരണഗതിയിൽ നൽകാവുന്നതാണ്. ആ കണ്ടീഷനും ഈ 2 ഉപാധികൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ ഉപാധികളുണ്ടോ? ഈ കസ്റ്റഡിയിൽ എടുക്കാതെയുള്ള ചോദ്യം ചെയ്യൽ, നേരത്തെ 11 മണിക്കൂർ വീതം 3 ദിവസം 33 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ പോലെ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഈ വിധിയിൽ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷൻ അപ്പീലിന് പോകുന്നു എന്നതാണ് അടുത്ത നീക്കം. അതിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകുന്നു എന്നതാണല്ലോ വിവരം. വിശദാംശങ്ങൾ എന്തൊക്കെ? നിലവിലിപ്പോൾ ദിലീപിന്റെ കേസിൽ കനത്ത തിരിച്ചടി കിട്ടിയതിന് തൊട്ടു പിന്നാലെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനൊരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാകും. നേരത്തെ ഈ കേസിൽ വാദം നടക്കുന്ന ഘട്ടത്തിലും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച കാര്യം, മറ്റ് നിരവധിയായ കോടതി ഉത്തരവുകളിൽ, ഹൈക്കോടതിയുടെ ഉത്തരവുകളിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച ഘട്ടങ്ങളിൽ അതത് സർക്കാരുകൾ, അതത് അന്വേഷണ ഏജൻസികൾ സുപ്രീം കോടതിയെ സമീപിച്ച ചരിത്രമുണ്ട് എന്ന് ഒരു തന്ത്രപരമായ ഒരു വാദം നേരത്തെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ടി.എ. ഷാജി നടത്തിയിരുന്നു. ഏതാണ്ട് ഇന്നിപ്പോൾ കോടതി ഈ മുൻകൂർ ജാമ്യം നൽകിയ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പോംവഴികൾ അവരുടെ മുന്നിലില്ല. ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ വേണം, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ നിലവിൽ ശ്രീകാന്ത് ഇടപെട്ടൊരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ പുറത്തു വന്ന 2 ഉപാധികൾ, അതായത് ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, ഇത് ഏത് കേസിലും സാധാരണ കൊടുക്കാവുന്ന ആന്റിസിപ്പേറ്ററി ബെയിൽ കേസിൽ കൊടുക്കുന്ന സർവ്വസാധാരണമായ 2 ഉപാധികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കോടതി പറയുന്നുണ്ട് ഉപാധികൾ ലംഘിച്ചാൽ നിങ്ങൾക്ക് അറസ്റ്റിന് കോടതിയെ സമീപിക്കാമെന്ന്. അതായത് ആ ഘട്ടത്തിലും കോടതിയുടെ അനുമതി തേടണമെന്ന് കൂടി ആ വരികളിലുണ്ട്. അതല്ലാതെ ഈ 2 അല്ലാതെ മറ്റെന്തെങ്കിലും ഉപാധികൾ, കുറെ കൂടി കടുത്ത ഉപാധികൾ ഈ കേസിൽ മാത്രമായിട്ടുണ്ടോ? നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ
ഒരെണ്ണം കൂടി നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അന്വേഷണത്തിൽ ഇടപെടലുകൾ പാടില്ല എന്ന സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യം മാത്രമാണ് നിലവിൽ ഇപ്പോൾ കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, മൂന്നാമത്തേത് അന്വേഷണത്തിൽ ഇടപെടലുകൾ പാടില്ല. ഈ 3 കാര്യങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇത് അത്ര വലിയ കടുത്ത ഉപാധിയല്ല. അതാണ് ശ്രീകാന്ത്, ഇതുവരെ വന്ന 3 ഉപാധികൾ, അതായത് അന്വേഷണവുമായി സഹകരിക്കണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, 2 ആൾ ജാമ്യം, 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, ഇതൊക്കെ എല്ലാ കേസുകളിലും നൽകുന്ന സർവ്വസാധാരണമായ ഉപാധികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്കൊന്നും ഇതുവരെ ഇല്ല. മറ്റ് ഈ ചോദ്യം ചെയ്യൽ, അന്വേഷണവുമായി എങ്ങനെ സഹകരിക്കണം, അതിൽ ഇനി തുടർ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അന്വേഷണ ഏജൻസി എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ കോടതി എന്തെങ്കിലും ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ 3 ഉപാധികൾ ഇതൊരു ഉപാധിയായി തന്നെ കരുതാൻ വയ്യ. കാരണം എല്ലാ മുൻകൂർ ജാമ്യാപേക്ഷകളിലും വിധി പുറപ്പെടുവിക്കുമ്പോൾ കോടതികൾ നൽകാറുള്ള ഉപാധി മാത്രമാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളും. പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക, അതായത് പ്രതികൾ രാജ്യം വിടാതിരിക്കുക. രണ്ടാമത്തെ കാര്യം ഈ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യം. കോടതിയുടെ വിധി പകർപ്പിൽ ഈ മുൻകൂർ ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായി എല്ലാ മുൻകൂർ ജാമ്യത്തിനും നൽകുന്ന സ്വാഭാവിക വ്യവസ്ഥകൾ, ഉപാധികൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും കൃത്യമായ അല്ലെങ്കിൽ കടുത്ത ഉപാധികൾ ഉണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കണം. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. നമുക്ക് അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരുന്നത്, നമ്മൾ ഏറെ ചർച്ച ചെയ്ത ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് ഗവർണർ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിയമമാകുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ നിലനിന്നിരുന്നു. ഗവർണർ ഈ ഓർഡിനൻസിൽ ഒപ്പുവെക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം BJPയിലെ സംസ്ഥാന നേതാക്കളിൽ ചിലർ പോലും പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിരുന്നു, ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച ശേഷം ഇപ്പോൾ ഗവർണർ അത് ഒപ്പുവെച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതിൽ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരുന്നു. അത് ചില അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. അത് ഏതായാലും ആ വിവാദം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പ്രധാന വാർത്ത കൂടി വരുന്നു. ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചു. മുഖ്യമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇന്നലെ ഗവർണറെ കണ്ട ആ കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. സാധാരണഗതിയിൽ അത്രയും ദൈർഘ്യമുള്ള ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നടത്താറുണ്ടായിരുന്നില്ല. എന്നാൽ 1 മണിക്കൂറോളം നീണ്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഈ ഓർഡിനൻസിന് ഇടയായ സാഹചര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം ഇന്ന് ഗവർണർ ആ ഓർഡിനൻസിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ടായിരുന്നു. ഒപ്പുവെക്കരുത്, അത് തിരികെ അയക്കണമെന്ന് പ്രതിപക്ഷം രേഖാമൂലം ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ഒരിക്കൽ കൂടി ഗവർണർക്ക് കത്ത് നൽകുകയും ചേർന്നു. BJP സംഘവും ഗവർണറോട് ഈ ഓർഡിനൻസ് തിരിച്ചയക്കണം, അതിൽ ഒപ്പുവെക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. CPI ഇത്തരമൊരു ഓർഡിനൻസിന്റെ സാങ്കത്യം എന്താണ് ഈ ഘട്ടത്തിൽ എന്ന ചോദ്യം ഉയർത്തുകയായിരുന്നു തുടർച്ചയായി. അങ്ങനെ ഇടതുമുന്നണിക്കകത്തും ഈ വിഷയത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. സർക്കാരിന് വലിയൊരു ആശ്വാസമാകുന്നത് ആ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നു. ആ പ്രധാനപ്പെട്ട വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലോകായുക്ത ഓർഡിനൻസ് ഗവർണർ ഒപ്പുവെച്ചു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. അല്ലമീൻ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ഇതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹം വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി വന്ന ശേഷം അദ്ദേഹം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വളരെ ദൈർഘ്യമേറിയ കൂടിക്കാഴ്ചയ്ക്കിടയിൽ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയും തുടർന്ന് ഇന്ന് ഈ ഓർഡിനൻസ് നിയമ ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. വളരെ അധികം വിവാദങ്ങൾ ഉയർത്തിയ, രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉയർത്തിയ ഈ ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഗവർണർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ച് CPIയുടെ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പരസ്യമായി തന്നെ ആ എതിർപ്പുമായി CPI നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിൽ CPIക്ക് 2 അഭിപ്രായമുണ്ടോ എന്ന സംശയങ്ങൾ പോലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. കാരണം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിലാണ് ഈ ഓർഡിനൻസ് വന്നിരിക്കുന്നത് എന്ന് മന്ത്രിസഭയിലെ CPI പ്രതിനിധി പറയുകയും ചെയ്തിരുന്നു. അമീൻ, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇന്നലത്തെ കൂടിക്കാഴ്ചയോടുകൂടി ഗവർണർക്ക് ഇക്കാര്യത്തിലുണ്ടായിരുന്ന സംശയം, ആശയക്കുഴപ്പമൊക്കെ മാറി. തന്നെയുമല്ല, അദ്ദേഹം നിയമോപദേശം തേടുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? അല്ലമീൻ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഗവർണർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഓർഡിനൻസ് സർക്കാർ ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടെങ്കിലും ഗവർണർ ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം അതിൽ തീരുമാനമെടുക്കാതെ കാത്തിരിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിന് അപ്പുറം സർക്കാരിന്റെ തന്നെ ഭാഗമായ CPIയും ഈ ഒരു ഓർഡിനൻസിനെതിരെ രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചതിന് പിന്നാലെയാണ് മഞ്ഞുരുങ്ങിയത്. ഇതുവരെ ലോകായുക്തയുടെ നിയമം അനുസരിച്ച്
ഒരു അഴിമതി കേസിൽ ലോകായുക്ത തീർപ്പ് പ്രഖ്യാപിച്ചാൽ അത് ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ സംസ്ഥാന സർക്കാരിനോ കൈമാറണമായിരുന്നു. 1999 ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് പ്രകാരം ഈ ലോകായുക്തയുടെ പ്രഖ്യാപനം അധികാരികൾക്ക് അതേപടി അംഗീകരിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാം. 3 മാസത്തിനകം അത്തരമൊരു പ്രഖ്യാപനം നടത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ലോകായുക്തയുടെ തീരുമാനം തള്ളിക്കൊണ്ട് ഈ അധികാരികൾ തീരുമാനമെടുത്തില്ലെങ്കിലും അത് നടപ്പിലാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇത്തരമൊരു ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു അധികാരം ലോകായുക്തയ്ക്ക് നൽകേണ്ടതില്ല എന്ന നിയമോപദേശം ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നു. നിറയെ ആശയക്കുഴപ്പങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗവർണർ ഒപ്പുവെച്ചതോടുകൂടി അതിന് നിയമസാധുതയായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് അൽ-അമീൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. നമുക്ക് വീണ്ടും ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു ഇന്നത്തെ ദിവസം. അവർക്ക് നേരിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയധികം നീണ്ട ഒരു മുൻകൂർ ജാമ്യത്തിന്മേൽ നീണ്ട ഒരു വാദം ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ കോടതിയുടെ തീർപ്പുണ്ടായിരിക്കുന്നത് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതാണ്. ആ ഉപാധികൾ തന്നെ സ്വാഭാവികമായി ഏത് മുൻകൂർ ജാമ്യത്തിനും അനുവദിക്കുന്ന ഉപാധികൾ മാത്രമായി നിൽക്കുന്നു എന്നതും നിലവിലെ പ്രശ്നമാണ്. ഈ ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടതോടുകൂടി ഈ കേസ് ദുർബലപ്പെടുകയാണോ? ബാലചന്ദ്രകുമാറിന്റെ ശബ്ദശകലങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ രാമൻ പിള്ളയുടെ വാദമുഖങ്ങൾ അംഗീകരിക്കപ്പെടുകയാണോ? ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിൽ പുരോഗതി ഉണ്ടാകൂ എന്ന നിലപാടിൽ നിൽക്കുമ്പോൾ ഇത് അന്വേഷണത്തിന് തിരിച്ചടിയാകുമോ? അന്വേഷണത്തോടുള്ള നിസ്സഹകരണം കോടതിയോട് ചൂണ്ടിക്കാട്ടിയാൽ അറസ്റ്റാകാമെന്ന് പറയുമ്പോഴും കേവലം ഉപാധികൾ, സാധാരണ ഉപാധികൾ മാത്രം നൽകിക്കൊണ്ടുള്ള ഈ മുൻകൂർ ജാമ്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പുതിയ പ്രതിസന്ധികളെ നേരിടുകയാണോ? ഇങ്ങനെ ധാരാളം സംശയങ്ങൾ, ധാരാളം ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവരുടെ തുടർ നിലപാടുകൾ, നടപടികൾ എന്തായിരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ദിലീപ് അടക്കമുള്ള ഈ കേസിലെ പ്രതികളെ മുഴുവൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ട് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിൽ പുരോഗതി ഉണ്ടാകൂ എന്ന നിലപാട് പ്രോസിക്യൂഷൻ നിരന്തരം ആവർത്തിച്ചതാണ്. ഇതിലെ പ്രധാന തെളിവുകൾ ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്ന ഫോണുകൾ വിട്ടുകിട്ടുന്നതിലുണ്ടായ കാലതാമസം അടക്കം ഈ കേസിനോട് നിസ്സഹകരണം പുലർത്തിയെന്ന ആക്ഷേപം അവർ കോടതിയിൽ ഉയർത്തിയതാണ്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ കോടതി ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേവലം സാധാരണ നിലയിൽ നൽകുന്ന ഉപാധികൾ മാത്രം വെച്ച് ഇതിൽ എങ്ങനെയാണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുക, മറ്റെന്തെങ്കിലും കനത്ത ഉപാധികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്ന കാര്യം ആ ഉത്തരവ് പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ വന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കടുത്ത ഉപാധികളോ അസാധാരണമായ എന്തെങ്കിലും ഉപാധിയോ കോടതി മുന്നോട്ട് വച്ചിട്ടില്ല. തന്നെയുമല്ല, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഈ കേസിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിച്ചത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് പോകൂ എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള വാദത്തിന്റെ ചുരുക്കം. പക്ഷേ അത് കോടതി അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകുമെന്നതാണ്. ഇന്ന് തന്നെ ഒരുപക്ഷെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രോസിക്യൂഷൻ കടന്നേക്കും. ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഒരു തവണ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരാകരിക്കുകയും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും സുപ്രീം കോടതി അത് നിരാകരിക്കുകയും ചെയ്ത ചില കേസുകൾ ചൂണ്ടിക്കാട്ടി ചില വാദങ്ങൾ നടത്തിയിരുന്നു, ചില ജഡ്ജ്മെന്റുകൾ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. അതൊക്കെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും, മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ എന്ന ഒരു സൂചന കൂടി അന്ന് നൽകിയിരുന്നു. അതൊക്കെ ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോവുകയാണ്. പക്ഷേ ഇവിടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കസ്റ്റഡി ആവശ്യം അംഗീകരിച്ചിട്ടില്ല. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന ആവശ്യം കോടതി നിരാകരിച്ചു എന്നത് ഈ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാകാമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ കേസിന്റെ FIR നിലനിൽക്കില്ല. FIRലെ പോരായ്മകൾ, പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അഡ്വക്കേറ്റ് ബി രാമൻപിള്ള പ്രതിഭാഗത്തിന് വേണ്ടി വാദം തുടങ്ങിയത് തന്നെ. FIRലെ മൊഴികളും കേസിലെ മറ്റ് സാക്ഷിമൊഴികളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദം. അത്തരമൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രതിഭാഗത്തിന്റെ അടുത്ത നീക്കം തന്നെ ഇതിൽ FIR ക്വാഷ് ചെയ്യണം, FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നതായിരിക്കാം പ്രതിഭാഗത്തിന്റെ അടുത്ത നീക്കം. അതിനുള്ള ഒരു സൂചന നേരത്തെ തന്നെ വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയിരുന്നു. ആ വാദം കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കാൻ പ്രതിഭാഗത്തിന് അവസരം നൽകുന്നതാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൊണ്ട് ആ നിലയിലുള്ള തുടർ നിയമ നടപടികളിലേക്ക് പ്രതിഭാഗം കടന്നാലും നമുക്ക് ഈ ഘട്ടത്തിൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ആലപ്പി അഷ്റഫ് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ആലപ്പി അഷ്റഫ്, താങ്കൾ ഈ കോടതി തീരുമാനത്തെ എങ്ങനെ കാണുന്നു? ഈ വിധി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. കാരണം
എല്ലായിടത്തും പ്രബലനായ ഒരു പ്രതിയാണ് അദ്ദേഹം. നല്ല നിയമപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് നീതി കിട്ടുള്ളൂ. അദ്ദേഹത്തിന് സൈഡായിരിക്കും എപ്പോഴും വരുന്നത്. പിന്നെ ഇത് സുപ്രീം കോടതിയിലോട്ട് പോകുമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. സുപ്രീം കോടതി പോയാലും ഈ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി വരുള്ളൂ. കാരണം അവിടെ വലിയ വലിയ വമ്പന്മാരായ വക്കീലന്മാരെ അദ്ദേഹം അഭിഭാഷകരെ അവിടെ നിയമിക്കും. അവർ ഈ മുഗൾ റോത്തിക്കനൊക്കെ പോലുള്ള ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെന്റ് അതനുസരിച്ച് കൃത്യമായി ആളുകളെ വെച്ചാൽ മാത്രമേ വല്ലം ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അതും അവിടെയും പോകും. ഇവിടെ ഇപ്പോൾ ഈ കോടതിയിൽ ഈ കാര്യങ്ങൾ, അതായത് ദിലീപിന്റെ ഇതിലെ പങ്കാളിത്തം തെളിയിക്കാനും അതല്ലെങ്കിൽ ദിലീപിന്റെ പങ്കാളിത്തം ഉറപ്പിക്കാൻ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ ആവശ്യമാണെന്നൊക്കെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയി എന്നതുകൂടിയല്ലേ ഇങ്ങനെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിക്ക് കാരണം? എന്ത് വന്ന ഇപ്പൊ കഴിയാതെ പോയാലും കഴിഞ്ഞാലും ഒക്കെ ഇത് കണ്ടോ, ഇനി മറ്റേ ആ താഴെ കിടക്കുന്ന വിചാരണ കോടതിയിൽ ആ വിധിയും അദ്ദേഹത്തിന് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. ഒരു വിധത്തിലും അങ്ങനെ തൊടാനൊക്കില്ല. അത് ഈ ശക്തനാണ്. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇപ്പോഴൊന്നും ആർക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് അതനുസരിച്ച് നിൽക്കണം. ശ്രീ ആലപ്പി അഷ്റഫ്, പ്രതിഭാഗം FIR റദ്ദാക്കാൻ കോടതിയെ സമീപിക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് അല്പസമയം മുമ്പ് പറയുകയായിരുന്നു പ്രതിഭാഗത്തിന്റെ അടുത്ത നീക്കം അതായിരിക്കുമെന്ന്. കാരണം ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഈ FIR നിലനിൽക്കില്ല എന്ന് അഡ്വക്കേറ്റ് B രാമൻപിള്ള വാദിക്കുന്നുണ്ടായിരുന്നു. ആ വാദം കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കാൻ അവർക്ക് ബലം നൽകുന്ന, ധൈര്യം നൽകുന്നതാണ് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ്. അതും അനുകൂലമായ വിധിയെ കിട്ടുള്ളൂ അദ്ദേഹത്തിന്. അപ്പൊ അത്രയും അത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഇനി സുപ്രീം കോടതി പോയാലും ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഈ കേസ്. അല്ല, അതില് നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഈ പ്രോസിക്യൂഷന് എവിടെങ്കിലും പരാജയം പറ്റിയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കണ്ടേ? അതൊക്കെ ആയിരിക്കാം. അതിനെപ്പറ്റി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ താങ്കൾ പറയുന്നത് ഈ കേസ് കഴിഞ്ഞു എന്നാണോ? ഇത് എപ്പോഴേ കഴിഞ്ഞു, ഇതെല്ലാം തീർന്നു. ഇത് മാത്രമല്ല, മറ്റേ വിചാരണ കോടതിയിലെ സംഭവം കഴിഞ്ഞിരിക്കുന്ന പോലെയാണ് ഏകദേശം. ആ കുട്ടിക്കൊന്നും ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല. ഇവർക്കൊന്നും ഒരിക്കലും കിട്ടാൻ പോകും. എല്ലാം ഞാൻ എപ്പോഴും ചാനൽ ചർച്ചയിൽ പറയാനുള്ള ഒരു കാര്യമാണ്. വളരെ നീതി ദേവത അകന്നു കഴിഞ്ഞു ഇവരുടെ അടുത്തുനിന്നൊക്കെ. ഇപ്പൊ ഇങ്ങനെ ഇവരുടെയൊക്കെ ഒരു രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എത്രത്തോളം പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഇതിന് ഈ മാതിരി കാര്യങ്ങളെ പറ്റി കോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് തുറന്നു പറയാനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് കൂടുതലൊന്നും വിശദീകരണത്തിലോട്ട് പോകാത്തത്. എന്തായാലും പ്രതീക്ഷ ഞാൻ നേരത്തെ പ്രതീക്ഷ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോഴും നിരാശയല്ല, നമുക്കറിയാലോ ഇതിങ്ങനെ വരത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അതിന് ആ ന്യായം എവിടെയാണ് അതിനു വേണ്ടി ഞങ്ങൾ. ശ്രീ ആലപ്പി അഷ്റഫ്, കോടതിയെ സംബന്ധിച്ച് കോടതിയിൽ ഈ കാര്യങ്ങൾ, ഇതൊരു സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെയാണല്ലോ. നിയമത്തിന്റെ കണ്ണിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവുകളാണ്. അതായത് ദിലീപിന്റെ കാര്യത്തിൽ ഈ ഗൂഢാലോചന നടന്നു എന്നതിന് പ്രോസിക്യൂഷൻ പ്രധാനമായി ഉന്നയിച്ച പ്രോസിക്യൂഷന്റെ വാദം തന്നെ നിലനിന്നിരുന്നത് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലിനെ വിശ്വസിക്കണം, അതിൽ കള്ളത്തരമില്ല, സാക്ഷിയായി നിന്നയാൾ തന്നെ നൽകിയ മൊഴിയാണ്. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം പ്രോസിക്യൂഷന്റെ. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പ്രതിഭാഗം ചോദിച്ചല്ലോ, 33 മണിക്കൂർ 3 ദിവസം ചോദ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ന് പ്രതിഭാഗം ചോദിച്ച ഒരു ചോദ്യവും കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതെ, അത് എല്ലാം കറക്റ്റാണ്. പക്ഷെ ഇതൊക്കെ പ്രോസിക്യൂഷന്റെ പരാജയമാണോ ഇവരുടെ വിജയമാണോ അതൊന്നും ഞാനിപ്പോ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അതൊന്നും പറയുന്നില്ല. കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് കൊടുത്ത സംഭവങ്ങളും കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് അതിന്റെ പരാജയമാണോ, ആ കൊടുത്തതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അതിന് മേൽ എന്തായാലും ഈ കുട്ടിക്ക് ഇങ്ങനെ പോയാൽ ഈ നീതി കിട്ടാൻ പ്രയാസമാണ്. ആ പെൺകുട്ടിക്ക് കിട്ടാൻ. പിന്നെ ഗൂഢാലോചന കേസിന്റെ ആണല്ലോ ഇപ്പൊ വിധിയുള്ളത്. ഞാൻ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ശരിക്കും ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ആ വിഷയത്തിൽ മാത്രം, ആ കേസിൽ മാത്രമേ താല്പര്യമുള്ളൂ. അവിടെയും നീതി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ എനിക്കില്ല. ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ അതിജീവിതയുടെ കാര്യത്തിൽ ഈ വിചാരണ കോടതി ആ കാര്യത്തിലും തീരുമാനമെടുക്കാൻ പോകുന്നു. ഒരുപക്ഷെ ആ വിധിയെപ്പോലും അതിൽ പോലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കേസ് കൂടി ആയിരുന്നു ഇത്. കാരണം സാക്ഷികൾ കൂറുമാറിയത് പോലും സ്വാധീനം കൊണ്ടാണ് അല്ലെ എന്ന് തെളിയിക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഈ കേസ് ദുർബലപ്പെട്ടതോടുകൂടി മുഴുവൻ കാര്യങ്ങളും ദുർബലപ്പെട്ടു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% കറക്റ്റാണ്. ഇതിനകത്ത് ആ കേസിന് കൂടെ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയ ഇതിനകത്തൊരു ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാണ് നമ്മുടെയൊക്കെ. അല്ല, ശ്രീ ആലപ്പി അഷ്റഫ്, അതിൽ ഒരു മറുവാദമുണ്ട്. അതായത് അതിൽ പ്രതിഭാഗത്തിന്റെ ആരോപണം അല്ലെങ്കിൽ അവരുടെ ആക്ഷേപം, ആ കേസിൽ പ്രോസിക്യൂഷൻ അമ്പെ പരാജയപ്പെടാൻ പോകുന്നു, ഒരു തെളിവും പ്രതികൾക്കെതിരെ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ
മറ്റൊരു കേസ് കൊണ്ടുവന്ന് മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അതിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ചേർക്കാൻ കഴിയുമോ എന്നാണ് പ്രോസിക്യൂഷൻ നോക്കുന്നത്. അങ്ങനെ കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്നതായിരുന്നു അവരുടെ വാദം. തുടക്കം മുതൽ ഒടുക്കം വരെ അതിലായിരുന്നു അവരുടെ വാദം കെട്ടി ഉയർത്തിയത് തന്നെ. ആയിക്കോട്ടെ, അത് എന്ത് വന്നാലും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കേസ് കിട്ടുമ്പോൾ പോലീസിന് അതിന് ഒരു ഊർജ്ജമല്ലേ അത്. അവർ പുതിയൊരു സംഭവം കിട്ടുമ്പോൾ അത് തെളിവുകളോടെയാണല്ലോ അവർ പോലീസ് ചെല്ലുന്നത്. അതും നിസ്സാര കേസല്ലല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കുക എന്നുള്ളൊരു കേസാണല്ലോ. ഇനിയിപ്പോ എന്തായാലും സുപ്രീം കോടതിയിൽ ഇനി ആകെ എനിക്കുള്ള വ്യക്തിപരമായ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പെൺകുട്ടി സുപ്രീം കോടതി ജസ്റ്റിസിനും പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റിനുമൊക്കെ പരാതികൾ അയച്ചിട്ടുണ്ട്. അവർ ആ വേദന ഉൾക്കൊണ്ടാൽ ആ കുട്ടിക്ക് നീതി നിശ്ചയമായും കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അവർ ആ വേദനയ്ക്ക് ഇതുണ്ടായാൽ ഇതെല്ലാം മാറി തിരിഞ്ഞു വരും വീണ്ടും. അത് വലിയൊരു പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. അത്രയും പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാതെ പോയാൽ എല്ലാം ഇതേപോലെ അനുഭവങ്ങൾ തന്നെ വരുന്നു. ശരി, അതായത് താങ്കൾ പറയുന്നത് ഈ വിധി പ്രതികൂലമാകുമ്പോഴും താങ്കൾ നിരാശപ്പെടുത്തുന്നില്ല, കാരണം താങ്കൾ ഇതൊക്കെയാണ് പ്രതീക്ഷിച്ചത് അല്ലേ? അതെ, തീർച്ചയായും. ഇതിപ്പോ എപ്പോഴാ ഞാനെന്നല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പ്രതീക്ഷയാണ് ഈ സംഭവം. കാരണം ഈ സുപ്രീം കോടതിയിലൊക്കെ വമ്പം വക്കീലിനെ കാണിക്കുന്ന ഗവൺമെന്റ് അതൊക്കെ അതുപോലെ ചെയ്താൽ മാത്രമേ ഇനിയും നിലനിൽപ്പുള്ളൂ. ഗവൺമെന്റ് ഇവിടെ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ വേണ്ടി എത്രയോ വലിയ വലിയ കോടിക്കണക്കിന് കൊടുത്ത് വക്കീലന്മാരെ വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഈ വിഷയത്തിന് വേണ്ടി എന്തുകൊണ്ട് വെച്ചുകൂടാ എന്നൊരു ചോദ്യം വരും. അത് മാത്രമല്ല, ഈ കേസുകളൊക്കെ പരാജയപ്പെട്ടാൽ ഉണ്ടാവുന്ന പോലീസിനുണ്ടാവുന്ന വമ്പനൊരു നാണക്കേടും തിരിച്ചടിയുമായിരിക്കും. ഈ ഗവൺമെന്റിനുണ്ടാവുന്ന ഒരു സെലിബ്രിറ്റിയെ പിടിച്ചിട്ട് 10-55 ദിവസം അകത്തിട്ട് ചുമ്മാ ഇട്ട് അതിന് സമാധാനം പറയേണ്ടി വരും. ഗവൺമെന്റ് പറയേണ്ടി വരും. നമുക്ക് നോക്കാം ശ്രീ ആലപ്പി അഷ്റഫ്, എന്താണ് ഈ കേസിൽ ഇനി തുടർ സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ പോവുകയാണ് ഈ കേസിൽ ഇനി പ്രോസിക്യൂഷൻ. സ്വാഭാവികമായും അവിടെ നിന്ന് എന്ത് തീരുമാനം ഉണ്ടാകുമെന്ന് നോക്കാം. അങ്ങനെയും ചില കേസുകളുണ്ട് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ട് പിന്നെ സുപ്രീം കോടതി റദ്ദാക്കിയ കേസുകൾ കൂടി ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. അതെല്ലാം നമ്മുടെ മുന്നിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. സുപ്രീം കോടതിയിൽ പോകുന്നു, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഏതായാലും ദിലീപിന്റെ വധശ്രമ ഗൂഢാലോചന കേസിൽ ദിലീപ് അടക്കമുള്ള 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഈ കേസിൽ പ്രോസിക്യൂഷന് കൃത്യമായ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കാര്യത്തിലും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഉപാധികൾ സ്വാഭാവികമായും ഏത് മുൻകൂർ ജാമ്യത്തിന്റെയും ഭാഗമായി നിലനിൽക്കുന്നതാണ്. 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യവും അതോടൊപ്പം തന്നെ പാസ്പോർട്ട് നൽകുക എന്നുള്ളതും. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉപാധികൾ ഈ കേസിൽ വെച്ചിട്ടുണ്ടോ എന്ന കാര്യം ആ കോടതി വിധിപ്പകർപ്പ് പൂർണ്ണമായി പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ ഈ ഉപാധികൾ ലംഘിച്ചാൽ അറസ്റ്റിന് കോടതിയെ സമീപിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ പോകുന്നു. പ്രതിഭാഗത്തെ സംബന്ധിച്ച് അവർ ഈ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇതോടുകൂടി വിരാമത്തിലേക്ക് പോവുകയാണോ? വധശ്രമ ഗൂഢാലോചന കേസിന് ഇനി അങ്ങോട്ട് ഭാവിയില്ലേ? അതിന്റെ പുരോഗതി ഇവിടത്തോടുകൂടി അവസാനിക്കും? ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആശങ്കകൾ ഉയരുന്ന ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. നമുക്ക്